ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 33-ാം സങ്കീർത്തനം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. 6-7 വാക്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചു. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു, ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു എന്ന വാക്യമാണ് നമ്മൾ ധ്യാനിച്ചത്. സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുവാൻ ശക്തിയുള്ള, ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ വയ്ക്കുവാൻ തക്കോണം ശക്തിയുള്ള ദൈവത്തിൻ്റെ കരുണയും ശക്തിയും വാക്കുകൾക്കപ്പുറമാണ്. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാനുള്ള ശക്തി, എല്ലാറ്റിനെയും സ്വീകരിക്കുവാനുള്ള ശക്തി, എല്ലാറ്റിനെയും ഒതുക്കി നിർത്തുവാനുള്ള ശക്തി ദൈവത്തിനുണ്ട്. ആയതുപോലെ എത്രമാത്രം തിങ്ങി നിറഞ്ഞു വരുന്ന നിരാശകളും വേദനകളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിലും, കോടാനുകോടി മനുഷ്യർ ഈ ലോകത്തുണ്ടെങ്കിലും, എല്ലാത്തിനും ഉപരിയായി അവയൊക്കെ വഹിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഇന്ന് ജനസംഖ്യ കൂടുമ്പോൾ നമുക്ക് ഭാരമാണ്, അല്ലെങ്കിൽ അതിഥികൾ കൂടുന്തോറും നമുക്ക് ഭാരമാണ്. കിടക്കാൻ മുറിയില്ല, കൊടുക്കാൻ ഭക്ഷണമില്ല, സ്വീകരിക്കുവാനുള്ള വിശാല മനസ്സില്ല. അപ്പോൾ ഇതൊക്കെ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെയൊക്കെ സ്വീകരിക്കുവാനും ഇതിനെയൊക്കെ ഉൾക്കൊള്ളുവാനും ശക്തിയുള്ള ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ അതിനൊക്കെയുള്ള സ്പേസ് നമുക്ക് കിട്ടും. അതിനെയൊക്കെ വഹിക്കുവാനുള്ള സ്ഥലം ദൈവം നമുക്ക് തരും. സൃഷ്ടിച്ചത് ദൈവമാണല്ലോ പ്രിയമുള്ളവരെ. അപ്പം നടത്തുവാനുള്ളത്, കിട്ടാനുള്ളത് ദൈവം നൽകും. അതുകൊണ്ടാണ് പറയുന്നത്, വാകേറിയ ദൈവം ഇരയും നൽകും. ഇല്ല, സ്ഥലമില്ല, പണമില്ല, പ്രതീക്ഷയില്ല, സന്തോഷമില്ല, ആരുമില്ല, എവിടെയായിപ്പോകും, എവിടെയായിത്തീരുമെന്ന് നമ്മൾ പരാതിപ്പെടുമ്പോൾ ആഴങ്ങളെ ഭണ്ഡാരഗൃഹങ്ങളിൽ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ അനുഭവം. അതുകൊണ്ട് ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് കരുണയുടെ ഭണ്ഡാരമാണ് ദൈവം, സ്നേഹത്തിൻ്റെ ഭണ്ഡാരമാണ് ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭണ്ഡാരത്തിൽ ഇതിനൊക്കെ സ്ഥലമുണ്ട്. അതോടൊപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിയുമ്പോഴും അവനെ പിന്തുടരുമ്പോഴും ആയതുപോലെ ഇല്ലാത്തതൊക്കെ ഉണ്ടായി വരും. അവിടെ ഇല്ല എന്നുള്ളൊരു വാക്ക് വരത്തില്ല. അവിടെ അറിയാതെ ഉവ്വ് എന്ന് വരും. നമ്മൾ പറയുന്നത് പോലെ വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കും എന്നൊക്കെ പറയത്തില്ലയോ. ആയതുപോലെ ഒരു സ്ഥലം കിട്ടിക്കൊണ്ടിരിക്കും. ആഴങ്ങളെ ഭണ്ഡാരത്തിൽ വയ്ക്കുവാൻ ദൈവത്തിനൊരു ഭണ്ഡാരമുണ്ടെങ്കിൽ എൻ്റെ ദൈവം എന്നെ നിങ്ങളെയും ഒരു വലിയ ഭണ്ഡാരത്തിലാക്കിയേക്കുകയാണ്. നമ്മുടെ കണ്ണുനീരുകളെ തൻ്റെ ഭണ്ഡാരത്തിൽ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ ഞാനും ഒഴുക്കുന്ന കണ്ണുനീരുകളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട, വേദനകളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട. നാം ഒഴിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരുകളും ദൈവത്തിൻ്റെ കരുണയുടെ ഭണ്ഡാരത്തിൽ ചെന്ന് വീഴുന്നുണ്ട്. സമുദ്രങ്ങളെപ്പോലും തൻ്റെ ഭണ്ഡാരത്തിലാക്കുവാൻ കഴിവുള്ള ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനും നിങ്ങളും അർപ്പിച്ചിരിക്കുന്ന യാചനകൾ അവൻ്റെ ഭണ്ഡാരത്തിൽ ചെന്ന് വീഴുന്നുണ്ട്. കണ്ണുനീരുകൾ അവൻ്റെ ഭണ്ഡാരത്തിൽ ചെല്ലുന്നുണ്ട്. അതൊക്കെ നമ്മൾ നാളെ ദാഹിക്കുമ്പോൾ അനുഗ്രഹ അമൃതായി പാനീയമായി ദൈവം എനിക്കും നിങ്ങൾക്കും നൽകും. ഒന്നും പാഴായി പോകത്തില്ല പ്രിയമുള്ളവരെ. ഒരപേക്ഷയും വ്യർത്ഥമായി പോകത്തില്ല. ഒരു കണ്ണുനീരും ദൈവം കാണാതെ പോകത്തില്ല. നമ്മൾ ലോകത്തിൻ്റെ മുൻപാകെ പോയി നിലവിളിച്ചു കഴിഞ്ഞാൽ ലോകം അറിയാത്ത ഭാവം നടിക്കും. സഹോദരങ്ങളോട് വല്ലതും പറഞ്ഞാൽ അവർ നാളെ അതിന് പബ്ലിസിറ്റി കൊടുത്ത് നമ്മളെ അവഹേളിക്കും. കൂട്ടുകാരോട് വല്ലതും പറഞ്ഞാൽ, ഉപദ്രവികളോട് പറഞ്ഞാൽ അവർ നമ്മളെ ദുഷിച്ചുകൊണ്ടിരിക്കും. നിനക്കിത് വേണമെന്ന് പറയും. എന്നാൽ സ്നേഹിതരെയും ഉപദ്രവിക്കുന്നവരെയും നല്ലവരെയും തീയവരെയും ജനിച്ചവരെയും ജനിക്കാൻ പോകുന്നവരെയും വാങ്ങിപ്പോയവരെയും ഒക്കെ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരമുണ്ട്, നന്മയുടെ ഭണ്ഡാരമുണ്ട്. നമ്മളൊക്കെ അവനിലായിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അവനിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായി വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുകയാണ്. 8-9 വാക്യങ്ങളിൽ പറയുന്നു, സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ, ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ആദരിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി.
ഈ 2 വാക്യങ്ങളിൽ പല സങ്കീർത്തനങ്ങളിലും പറഞ്ഞ വാചകങ്ങളുടെ ഒരു ആവർത്തനമാണ്. അത് പിന്നെയും പിന്നെയും ഓർപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ ഈ മറവി എന്ന് പറയുന്നത്. നമ്മൾ പറയും മറവി നല്ലതാണെന്ന് പറയും. ചില കാര്യങ്ങളിൽ നല്ലതാണ് കേട്ടോ. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കുന്നത് നല്ലതാണ്. വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ മറക്കുന്നത് നല്ലതാണ്. നമ്മൾ സ്നേഹിച്ചിട്ടും മുഖം കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ മറക്കുന്നത് നല്ലതാണ്. പക്ഷേ മറ്റു ചിലത് മറക്കരുത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കരുത്. മനുഷ്യന് മറവിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ മറവിയിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഉപദേശങ്ങളിൽ ആവർത്തനം വരും, പിന്നെയും പിന്നെയും ഓർപ്പിക്കും. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഈ ദൈവസ്നേഹമാകുന്നു എന്ന് പറയുന്നു. അതെത്ര പറഞ്ഞാലും തീരത്തില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ചിലരുടെ പ്രാർത്ഥനകളിൽ ഒരേ വാക്ക് റിപ്പീറ്റ് ചെയ്തു വരും. ആമീൻ കർത്താവായ യേശുവേ വേഗം വരണമേ, കർത്താവേ കരുണ തോന്നണമേ. സുറിയാനി പൈതൃകത്തിലെ കുറിയേലായിസോ എന്നുള്ള പ്രാർത്ഥന അതിങ്ങനെ ആവർത്തിക്കലും, കർത്താവേ എന്നോട് ഉത്തരമള്ളി ചെയ്യണമേ, കർത്താവെ ഉത്തരമള്ളി ചെയ്യണമേ, ആവർത്തിച്ച് ചെല്ലും. കർത്താവെ കൃപയുണ്ടായി എന്നോട് ഉത്തരമള്ളി ചെയ്യണമേ, ആവർത്തിച്ച് ചെല്ലും. അപ്പം ഇതൊക്കെ ഈ ആവർത്തിച്ച് ചെല്ലുന്നതിൻ്റെ പ്രാർത്ഥന ആവർത്തന വാക്കുകളിലൂടെ, സ്തുതിഗീതങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ മന്ത്രണങ്ങളുണ്ട്. ഹൈന്ദവ പാരമ്പര്യങ്ങളിൽ, ക്രൈസ്തവ വിഭാഗത്തിൽ, ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഈ ആവർത്തിച്ച് പറയുന്ന ചില വാചകങ്ങളുണ്ട്. അതുപോലെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നമുക്ക് ഉപദേശിച്ച് തരികയാണ്, സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ, ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ആദരിക്കട്ടെ. ഈ യഹോവയെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ തോന്നിപ്പോകും. എടാ, ദൈവത്തെ എന്താ ഒരു അടിമയെപ്പോലെയുള്ള ഭയമാണോ, അല്ലെങ്കിൽ ഒരു നിരാശ കലർന്ന ഭയമാണോ? ഈ ഭയം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അസ്വസ്ഥതയാണ്. എന്ന് വെച്ചാൽ പുറമേ മാത്രമല്ല ഭയം, അപ്രതീക്ഷിതമായ ഒരു ശബ്ദം കേട്ടാൽ നമ്മൾ ഭയക്കും. എന്തിനൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അതിലൊരു മുരൾച്ചയുണ്ടായാൽ നമ്മൾ ഭയക്കും. ഇന്ന് മനുഷ്യനെ പേടിപ്പിക്കാൻ തക്കവണ്ണം കുറേ വീഡിയോകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊച്ചു പിള്ളേർ പോലും പേടിച്ചു പോകും. അവരിങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഭൂതരൂപത്തിൻ്റെ ശബ്ദം, പെട്ടെന്നൊരു വല്ലാത്ത പുഞ്ചിരി. ഒരു മനുഷ്യന് മാനസിക പ്രശ്നം വരാൻ, തളർന്നു പോകാൻ ആ ഒറ്റ ശബ്ദം മതി. ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചു വിട്ട് മനുഷ്യനെ പേടിപ്പിക്കുന്നവർ ഇതൊന്നും അറിയുന്നില്ല. മനുഷ്യൻ ഒന്നാമത് പേടിയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരു സമൂഹം എങ്ങനെയുണ്ട്? വലിയ സാമ്രാജ്യത്വ ശക്തികൾ ഞങ്ങളിൽ അണുബോംബുണ്ട്, ഞങ്ങളിപ്പം പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. ഇപ്പം പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. ഇപ്പോൾ ആക്രമിക്കുമെന്ന് പറയുന്ന കുറേ വിഭാഗമുണ്ട്. ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം നിർത്തുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നവരുണ്ട്, പുറത്താക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നവരുണ്ട്. അത് രാഷ്ട്രീയത്തിലും മതത്തിലും സംസ്കാരത്തിലും ചരിത്രത്തിലും ഒക്കെ ഉണ്ട്. ഇങ്ങനെ പേടിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി ഭയം ഒത്തിരിയുണ്ട്. ഇവിടെ പറയുന്നു യഹോവയെ ഭയപ്പെടുക. നമ്മൾ വായിക്കാറുണ്ട്, സാത്താൻ ദൈവത്തെ പേടിയുണ്ട്, ദൂതന്മാരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിറയ്ക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. സാത്താൻ്റെ ഭയം എന്ന് പറയുന്നത് അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന എൻറ്റിറ്റി ആയതുകൊണ്ട് അവന് അസാമാന്യമായ ഭയമാണ്. നശിപ്പിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ദൂതന്മാരുടെ വിറയ്ക്കൽ, അവർ ഭയത്തോടും വിറയലോടും കൂടി ദൈവത്തെ സ്തുതിക്കുന്നത്, അത് സ്നേഹം കൊണ്ടും ഭക്തി കൊണ്ടുമുള്ള നമ്മൾ പറയത്തില്ലേ, ഒരു പ്രത്യേകമായ ഒരു വികാരമാണ്. നമ്മൾ ആരാധനയിൽ പറയും, ഭയത്തോടും വിറയലോടും കൂടി ദൈവത്തെ ഘോഷിപ്പീൻ, സ്തുതിപ്പീൻ, ദൈവത്തെ ആരാധിപ്പീൻ. അപ്പോൾ ഈ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കപ്പെടുമോ എന്നുള്ള ഭയമല്ല, സ്നേഹത്തിൻ്റെ, ഭക്തിയുടെ, ഒരു ഗരിമയുടെ, ഒരു ദിവ്യ അനുഭവത്തിൻ്റെ ഒരു ഭാവം. നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് ഒത്തിരി സ്നേഹവും ബഹുമാനവും ഉള്ളവരുടെ അടുക്കൽ ചെല്ലും. നമ്മളുടെ മനസ്സിലൊരു ചെറിയൊരു അറിയാതൊരു അൺനോൺ ഫിയർ വരും. ആ ഭയം എന്ന് പറയുന്നത് നശീകരണത്തിൻ്റേതായ ഭയമല്ല, മറിച്ച് രക്ഷ ലഭ്യമാകും, പ്രതീക്ഷയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഭാവമാണത്. അതുകൊണ്ട് യഹോവയെ ഭയപ്പെടുവീൻ, സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടുവീൻ എന്ന് പറയുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവം സംരക്ഷകനാണെന്ന് ഓർപ്പിക്കുവാനുമുള്ള ഒരു ആഹ്വാനമാണ്. ദൈവത്തെ ഭയപ്പെടുന്നതിലൂടെ ലോകത്തിൻ്റെ ഭയം നാം മറന്നുപോകും, ലോകത്തിൻ്റെ നിരാശ ഇല്ലാതാകും, നമ്മളെ പേടിപ്പിക്കുന്നവരുടെ പേടി നമ്മളുടെ മേൽ വരികയില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല,
ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കയില്ല എന്ന് പറഞ്ഞ വലിയ ദൈവം നമുക്ക് ചുറ്റുമുണ്ട്. അവൻ്റെ ഒരു സംരക്ഷണം നമുക്ക് ചുറ്റുമുണ്ട്. ആ ഒരു ശക്തിയുടെ മുൻപാകെയാണ് നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത്. ആ ഒരു ദൈവകൃപയുടെ മുൻപാകെയാണ് നമ്മളെ സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം, വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും, വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. ഒരു വലിയ ഒരു പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് വീണ്ടും ഓർപ്പിക്കട്ടെ, യഹോവയെ ഭയപ്പെടുവീൻ എന്ന് പറയുമ്പോൾ അടിമത്തത്തിൻ്റെ ഭയമല്ല, നിരാശയുടെ ഭയമല്ല, ഏകാന്തതയുടെ ഭയമല്ല, മറിച്ച് സ്നേഹാധിഷ്ഠിതമായ കരുണാധിഷ്ഠിതമായ ദൈവവിധേയത്വത്തിൻ്റെ ഭാവമായ ഒരു വലിയ സമർപ്പണമാണ്. അതുകൊണ്ട് ഭയപ്പെടുക എന്നുള്ളതിനെക്കുറിച്ച് ഉപരിയായി അവനിൽ വിധേയപ്പെടുവീൻ, അവൻ്റെ മുമ്പാകെ സമർപ്പിക്കുവീൻ എന്നുള്ള വാക്കാണ് ഗ്രീക്ക് പരിഭാഷയോട് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നു, ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ആദരിക്കട്ടെ, അവനെ ബഹുമാനിക്കട്ടെ. അപ്പോൾ ഭയപ്പെടുവീരെന്ന് പറഞ്ഞതിന് ശേഷം ആദരണത്തിലേക്ക് അത് മാറുക, ആദരവിലേക്ക് മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വെറും ഒരു ഭയം അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കൊന്നുകളയുമെന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപതിയെ ഭയക്കുന്ന ഭയത്തേക്കാളുപരി ആദരവിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ഭയം, ഒരു സ്നേഹഭാവം, ഒരു വിധേയഭാവം, സമർപ്പണം. അതുകൊണ്ട് സ്പിരിച്വൽ സബ്മിഷൻ, ആത്മീകമായൊരു സമർപ്പണം, ആത്മീകമായ കീഴടങ്ങൽ, അവനിലായിച്ചേരുന്ന ദിവ്യമായ ഭാവം അത് നമ്മിലുണ്ടാകണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും ഒരു കാര്യം ആർത്തോണം, എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി ഭയവും ആദരവും കാണിക്കുന്ന ഒരു ലോകം നമ്മൾ പലരെക്കുറിച്ചും കണ്ടിട്ടുണ്ട്, പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഉത്തര കൊറിയൻ ഭരണാധികാരി വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം കൈയടിക്കുമ്പോഴത്തേക്ക്, അദ്ദേഹം ചിരിക്കുമ്പോഴത്തേക്ക്, അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ളവർ, അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർ, ഓഫീസർമാർ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, അവർ ചിരിക്കുന്നു, ഒരു കാര്യവുമില്ലാതെ പൊട്ടിച്ചിരിക്കുമ്പോഴത്തേക്ക് ചിരിക്കുന്നു. പഴയ കാലത്ത് പിള്ളേരൊക്കെ പറയുന്ന ഒരു തമാശ ഉണ്ടായിരുന്നു. ചില അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ അസാമാന്യമായിട്ടിരുന്ന അധ്യാപകർ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് കൂടെ ചിരിക്കും. അത് ഭയങ്കരമായിട്ട് ചിരിക്കും. ചിലർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം സീരിയസ് ആയ കാര്യം പറയുമ്പോൾ ചുമ്മാതെ ചിരിക്കും. കാരണം ചിലരുടെ ഒരു കോമഡിയാണ്, അധ്യാപകരെ കളിയാക്കാൻ വേണ്ടി ചുമ്മാതെ അങ്ങ് ചിരിക്കുക. അവർ പറയുന്ന എല്ലാത്തിനും കേട്ട് ചിരിച്ച് അവസാനം കളിയാക്കി ചിരിക്കുക, എല്ലാവരോടും ചേർന്ന് ചിരിക്കുക, സമയം കളയാൻ വേണ്ടി. അപ്പോൾ സീരിയസ് ആയ കാര്യം പറയുമ്പോഴും അറിയാതെ ചിരിച്ചു പോകും. അത്തരക്കാർ ചിലപ്പോൾ പിടിക്കപ്പെടുകയും ചെയ്യും. എന്നാലും നമ്മുടെ ഇന്നത്തെ തലമുറ മിടുക്കരാ, സാറേ മറ്റേ തമാശ ഓർത്ത് ചിരിച്ചു പോയതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടും. ഇന്നത്തെ കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. നമ്മളൊക്കെ ചിന്തിക്കണം പ്രിയമുള്ളവരെ, കാര്യസാധ്യത്തിന് വേണ്ടി ഇവിടെ ദൈവത്തെ ആരും ഭയപ്പെടേണ്ട, കാര്യസാധ്യത്തിന് വേണ്ടി ആദരവ് കാണിക്കണ്ട. അന്തരീന്ദ്രിയങ്ങളെ അറിയുന്നവനാണ് ദൈവം, അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവനാണ് ദൈവം. ദൈവത്തിനറിയാം അവനെ ആരാണ് ബഹുമാനിക്കുന്നത്, അവനെ സ്നേഹിക്കുന്നത് ആരാണെന്നറിയാം. അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും മനസ്സോടും കൂടി ആയിരിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരുന്നാൽ പ്രാർത്ഥനയാകത്തില്ല. നാവ് കൊണ്ട് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാകത്തില്ല. അത് ആഴത്തിലേക്ക് കടന്നു ചെല്ലണം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മനസ്സിൻ്റെ അഗാധങ്ങളിൽ നിന്നുള്ള ഒരു ശക്തമായൊരു പ്രാർത്ഥനാസ്വരം ഉയരണം. ദൈവത്തോട് ആദരവ് കാണിക്കണം. ഇന്ന് ഓർക്കണം പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമ്മുടെ ഭയം ഇല്ലാതെയാകും. ദൈവത്തോട് വിധേയത്വം കാണിക്കുമ്പോൾ ലോകം നമ്മളെ ഭയപ്പെടുത്തത്തില്ല, ഒരു സ്വാധീനവും നമ്മളെ നിരാശപ്പെടുത്തത്തില്ല, വലിയ സന്തോഷം കിട്ടും. ദൈവത്തോട് ആദരവ് കാണിക്കുമ്പോൾ, ദൈവത്തോട് ബഹുമാനം കാണിക്കുമ്പോൾ ദൈവം നമ്മളെ മാനിക്കും. ലോകം നമ്മളോട് ആദരവ് കാണിക്കും, ലോകവും നമ്മളെ ഉയർത്തും. ദൈവം ആദരിച്ചവനെ ലോകത്തിന് ആദരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം ആദരിച്ചവനെ ലോകം അനാദരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചില ഇടപെടലുണ്ടാകും, മനുഷ്യബുദ്ധിക്ക് അതീതമായ ചില ഇടപെടലുണ്ടാകും. ഇന്ന് ദൈവം ആദരിക്കുന്നവനെ, ദൈവം സ്നേഹിക്കുന്നവനെ, ദൈവത്തോട് വിധേയത്വം കാണിക്കുന്നവനെ ദൈവമില്ലാത്തവനെന്നും അഭക്തനെന്നും വിലയിരുത്തുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
കാരണം അഭക്തന് ജീവിക്കണം. ദൈവത്തോട് ആദരവ് കാണിക്കാത്തവൻ ഭക്തനാണെന്ന് തെളിയപ്പെടണം. അവന് പദവികളിലെത്തണം, അവന് നിലനിൽപ്പ് കിട്ടണം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ലജ്ജിക്കണം. എന്തിനാണ് ദൈവത്തിന് കൊടുക്കാത്ത ആദരവ് നമ്മൾ വാങ്ങിക്കുന്നത്? ദൈവത്തിന് കൊടുക്കാത്ത ലോകത്തിൻ്റെ മഹിമയും പെരുമയും എന്തിനു വേണ്ടിയാണ്? അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, നാഥനോ മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി, നാഥനോ മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. അതൊരു വലിയ ധ്യാനമാണ്. അതുകൊണ്ട് ഓർത്തോണം പ്രിയമുള്ളവരെ, ഞാൻ ദൈവത്തെ ആദരിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുന്നു, എന്നിട്ടും ഈ ലോകം എന്നെ ആദരിക്കുന്നില്ല, എന്നോട് സ്നേഹം കാണിക്കുന്നില്ല, എന്നെ ഭയപ്പെടുത്തുന്നുവെന്ന് നിങ്ങളോ ഞാനോ എപ്പോഴെങ്കിലുമൊക്കെ അബദ്ധത്തിലെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിലും ഓർത്തോണം, ദൈവത്തിൻ്റെ ആദരവ് ലോകത്തിൻ്റെ ആദരവുകൾക്കപ്പുറമാണ്. അവൻ നമ്മളെ കിരീടം ധരിപ്പിക്കും, മഹത്വവസ്ത്രം ധരിപ്പിക്കും, തൻ്റെ സ്വരൂപത്തോടും സാദൃശ്യത്തോടും ചേർത്ത് നിർത്തും, ക്രിസ്തുവിനുള്ള ഭാവം നൽകും. അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് അവനെ സ്തുതിക്കുന്ന ഒരു തലമുറ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വീണ്ടും പറയുന്നു, അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവ ജനതകളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, ജനങ്ങളുടെ ആരോപണങ്ങൾ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവ അരുളി ചെയ്തത് അങ്ങനെ സംഭവിച്ചു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായി. കൽപ്പിച്ചു, അതുപോലെ നടന്നു. നമ്മളൊരു നിമിഷം ചിന്തിക്കണം, അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ, അരുളി ചെയ്താൽ സംഭവിപ്പിക്കാൻ ശക്തിയുള്ളവനാണ് ദൈവം. കൽപ്പിച്ചാൽ നിറവേറ്റാൻ ശക്തിയുള്ളവനാണ് ദൈവം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ, അങ്ങനെ അരുളി ചെയ്യുമ്പോൾ അതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന രൂപമില്ലാത്ത ചില ഭാവങ്ങളുണ്ട്. വെളിച്ചമില്ലാതിരുന്നപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. സസ്യലതാദികൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലാതിരുന്നതുണ്ടായി. പറക്കുന്ന ജീവജാലങ്ങൾ, കരയിൽ നടക്കുന്ന മൃഗങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായി. അതായത് ഇല്ലാത്തതിനെ ഉണ്ടാകാൻ പറഞ്ഞപ്പോൾ ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ പോലും ശരിയായ രീതിയിൽ നിറവേറ്റാൻ നമുക്ക് പറ്റത്തില്ല. ദൈവം അരുളി ചെയ്തതും ദൈവം കൽപ്പിച്ചതും നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന മിനിമം കാര്യങ്ങൾ പോലും തലമുറകൾ പോലും നമുക്ക് ചെയ്തു തരുന്നില്ല. കൊച്ചു കുഞ്ഞുങ്ങളോട് പഠിക്കാൻ പറഞ്ഞാൽ, എല്ലാം കൊടുത്തിട്ട് പഠിക്കാൻ പറഞ്ഞാൽ അവർ പഠിക്കുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പറഞ്ഞാൽ അത് സംഭവിക്കുന്നില്ല. മക്കളെ വളർത്തി സ്വത്തെല്ലാം കൊടുത്തതിന് ശേഷം കുഞ്ഞെ എനിക്ക് വയ്യ, എന്നെ ആശുപത്രിയിലൊന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അത് നിവർത്തിച്ച് തരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഞാനും പ്രാർത്ഥനയോടുകൂടി ഒരു കാര്യം ഓർത്തോണം. നമ്മളുടെ ആ ബലഹീനത എല്ലാം ഉണ്ടായിട്ടും ഉള്ള കാര്യം അതിനെ ഒന്ന് ശരിയായ രീതിയിൽ നിവർത്തിക്കാനോ അതിനെ ഒന്ന് ശരിയായ രീതിയിൽ രൂപപ്പെടുത്താനോ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല. നമ്മളുടെ തലമുറകളെ പോലും ശരിയായ രീതിയിൽ അനുസരണത്തിൻ്റെ പാതയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് ഇല്ലാത്തതിനെ രൂപപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വലിയ കരുണ. അതുകൊണ്ട് നമ്മൾക്ക് തന്നെ പറയാം, പോട്ടുള്ളത് നമ്മളെ അനുസരിക്കുന്നില്ലെങ്കിൽ, നമ്മൾക്ക് ബഹുമാനം തരുന്നില്ലെങ്കിൽ, സ്നേഹം തരുന്നില്ലെങ്കിൽ, ഇല്ലാത്തതിനെയൊക്കെയും രൂപാന്തരപ്പെടുത്തിയ, കൽപ്പിച്ച് അധീരതയിലാക്കിയ ആ ദൈവത്തോട് തന്നെ ചോദിക്കാൻ, തമ്പുരാൻ എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ തലമുറയുടെ അനുസരണമില്ലാത്ത ഭാവം, ജീവിത പങ്കാളിയുടെ അനുസരണമില്ല, സ്നേഹമില്ലാത്ത ഭാവം, സഹോദരങ്ങളുടെ നന്ദികേട്, ഇതിനെയൊക്കെ നീ ഒന്ന് രൂപാന്തരപ്പെടുത്തണം. അനുകൂലമായി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആക്കി തീർക്കണം. പ്രിയമുള്ളവർ, ഇതൊന്നും വെറുതെ വായിച്ചു വിടാനല്ല. അവൻ അരുളി ചെയ്തു, നമ്മൾ അരുളി ചെയ്യണ്ട. അവൻ കൽപ്പിച്ചു, നമ്മൾ കൽപ്പിക്കണ്ട. അരുളി ചെയ്തവനോടും കൽപ്പിച്ചവനോടും നമ്മൾ അപേക്ഷിക്കണം. ദൈവമേ, നീ അരുളി ചെയ്ത് നിവർത്തിച്ചിട്ടുണ്ട്, നീ കൽപ്പിച്ച് സ്ഥാപിതമാക്കിയിട്ടുണ്ട്.
എൻ്റെ വേദനകളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും അരുളിച്ചെയ്ത കൽപ്പിച്ചുണ്ടാക്കി നിൻ്റെ മുൻപാകെ സമർപ്പിക്കുകയാണ്. ജനതകളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, ജനങ്ങളുടെ നിരൂപണങ്ങൾ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. ജനതകളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, നിരൂപണങ്ങൾ നിഷ്ഫലമാക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആലോചനകൾ ഒത്തിരിയുണ്ട്. ദൈവമില്ലാത്ത ആലോചനകൾ ഒത്തിരിയുണ്ട്. ദൈവത്തെ വേണ്ടാത്ത ആലോചനകൾ ഒത്തിരിയുണ്ട്. ദൈവത്തോട് ആലോചന ചോദിക്കാറില്ല. നമ്മളുടെ സംസ്കൃതിയിൽ, ഭാരത സംസ്കൃതിയിൽ ഒരു കാര്യം ഓർക്കേണ്ടത്, പഴയ കാലത്ത് ഒരു മരം വെട്ടണമെന്നുണ്ടെങ്കിൽ തന്നെയും അതിനോട് അനുവാദം ചോദിക്കുന്ന ഒരു കാര്യം പഴയ കാലം തൊട്ടുള്ളതാണ്. ഗോത്ര സംസ്കൃതികളിൽ സിന്ധു നദീതട സംസ്കാരം തൊട്ട് പരിശോധിച്ചാൽ ഒരു അനുവാദം ചോദിക്കലുണ്ട്. ആ സൃഷ്ടിയോട് തന്നെ അനുവാദം ചോദിക്കും. ഞാൻ വെട്ടിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പൂജകളുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ദൈവത്തോട് ചോദിക്കുന്ന ആലോചനകളുടെ പലവിധമായ ഒരു പരിപ്രേക്ഷ്യം എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇവിടെ വീണ്ടും ഓർത്തോണം, ജനതകളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, ജനങ്ങളുടെ നിരൂപണങ്ങൾ നിഷ്ഫലമാക്കുന്നു. ഇന്ന് നമ്മളുടെ ആലോചനകളും നിരൂപണങ്ങളുമൊക്കെ എന്താണ് പ്രിയമുള്ളവരെ? പഴയകാലത്തെ പ്രസിദ്ധമായൊരു മുക്തകമുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. പുസ്തകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒരു വൈകുന്നേരം ഒരു താമരപ്പൂവിൽ ഒരു വണ്ട് തേൻ നുകർന്നുകൊണ്ടിരിക്കുന്നു. തേൻ നുകർന്നുകൊണ്ടിരുന്ന സമയം പോയത് അറിയുന്നില്ല. പെട്ടെന്ന് താമരപ്പൂവ് അതിൻ്റെ ഇതളുകൾ അടഞ്ഞു പോകുന്നു. അപ്പോൾ വണ്ട് വിചാരിക്കണം, അയ്യോ ഞാൻ അകന്നു പോയല്ലോ, ഇന്ന് പറന്നു പോകാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, ഇപ്പോൾ രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, നാളെ സൂര്യൻ പ്രകാശിക്കും, അപ്പോൾ ഞാൻ പറന്നു പോകും. പക്ഷേ അല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാന വന്ന് ആ താമര ചുവടോടെ പറിച്ച് അടിച്ച് ചവിട്ടിക്കളഞ്ഞു. അങ്ങനെ വണ്ടിൻ്റെ ആലോചന നിഷ്ഫലമായി. ഈ ഇതളങ്ങൾ നാളെ വിടർന്ന് ഞാൻ പറന്നു പോകുമെന്ന് നിരൂപിച്ച വണ്ട് ആനയുടെ ചവിട്ടുകൂടി ചത്തുപോയി. ഒരു കൊച്ചു മുക്തകമാണ്. ഇന്ന് മനുഷ്യജീവിതത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവെ ഞാൻ ഏതിനായി കാത്തിരിക്കേണ്ടു? അതേ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒത്തിരി ആലോചനകളാണ്. കുഞ്ഞുങ്ങൾ ജനിച്ചു വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനായി തീരുമെന്നുള്ള ഭാവമാണ്. നഴ്സറിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ, LKG ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇനിയിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് പഠിപ്പിക്കുമെന്നുള്ള ചിന്തയാണ്, ഏത് ജോലിയിലെത്തുമെന്നുള്ള ചിന്തയാണ്. ഇപ്പോഴേ FD ഇട്ട് കഴിഞ്ഞാൽ ആ സമയത്തേക്ക് വല്ലതൊക്കെ കിട്ടും, അല്ലെങ്കിൽ കെട്ടിച്ചു വിടാൻ കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. മനുഷ്യൻ ഇതൊക്കെ ആഗ്രഹം ഉണ്ട്, വേണം, നല്ലതാണ്. ഭാവിയെക്കുറിച്ച് ചർദിച്ചു വെക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ നമ്മൾ ആലോചിക്കുന്നതിനും നിരൂപിക്കുന്നതിന് മുൻപ് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് ചിന്തിച്ചു വേണം നമ്മളെപ്പോഴും. അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ തന്നിട്ടുണ്ട്. നീ തന്ന കുഞ്ഞുങ്ങൾ ഇന്നതാകണം, കളക്ടറാകണമെന്നോ എഞ്ചിനീയർ ആകണമെന്നോ ഒന്നും മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനപ്പുറമായി ചിന്തിക്കണം, ദൈവമേ ഈ കുഞ്ഞിനെ തന്ന നീയാ, ഇതിനെ നിൻ്റെ കുഞ്ഞായി വളർത്തണം. സർവേശ്വര, നിൻ്റെ സന്താനമായി വളർത്തണം. സർവേശ്വരൻ്റെ സന്താനമായി വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, ദൈവം നോക്കിക്കോളൂ. ഇന്ന് നമ്മൾ പിള്ളേരെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടുന്നു. ഇന്ന് സ്കൂൾ കാലം തൊട്ട് നമുക്കറിയാം. കോളേജിൽ വിട്ട് കഴിഞ്ഞാൽ തീരെയും പറയണ്ട. അവർ സ്കൂളിൽ പോകുമോ, കോളേജിൽ കയറുമോ എന്നൊന്നും നമുക്കറിയുന്നില്ല. അവരെങ്ങോട്ട് പോകുന്നുവെന്നൊന്നും നമുക്കറിയുന്നില്ല. പക്ഷേ നമ്മൾ തന്നെ ചിന്തിച്ചോണം, കുഞ്ഞുങ്ങൾ പോയി കഴിയുമ്പോൾ പ്രാർത്ഥനയോടും നന്മയോടും മാതാപിതാക്കളും വിശുദ്ധിയോടുമായിരുന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകത്തില്ല. ഒരുപാട് ആലോചനയും ടെൻഷനും ഒന്നും വേണ്ട. കുഞ്ഞുങ്ങൾ ജനിക്കാത്തവർക്ക് കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ടെൻഷൻ, ജനിച്ചവർക്ക് ഇതിനെ എങ്ങനെ വളർത്തണമെന്നുള്ള ടെൻഷൻ, ബിസിനസ് ഉള്ളവർക്ക് ഇത് എങ്ങനെ വിജയിപ്പിക്കണമെന്നുള്ള ടെൻഷൻ, ഒന്നുമില്ലാത്തവന് നാളെ ഞാൻ എങ്ങനെയാകുമെന്നുള്ള ടെൻഷൻ. അതെ, ജനതകളുടെ ആലോചനകളെ, വ്യർത്ഥമായ ആലോചനകളെ, നിരൂപണങ്ങളെ വ്യർത്ഥമാക്കി കളയുന്ന ദൈവമുണ്ടെന്ന് പറയുമ്പോൾ ദൈവത്തോട് ചേർന്ന്, ദൈവ ആലോചനയോട് ചേർന്ന് പല കാര്യങ്ങളും ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേശം ഭാരമില്ല, ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു.
തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. അല്ലയോ സർവശക്ത സർവേശ്വര, എൻ്റെ നിരൂപണങ്ങൾ നിൻ്റെ നിരൂപണങ്ങളാകട്ടെ, എൻ്റെ ആലോചന നിൻ്റെ ആലോചനയാകട്ടെ, എൻ്റെ ഭാവം നിൻ്റെ ഭാവമാകട്ടെ. എന്നെക്കുറിച്ച് എന്നേക്കാളും വലിയ ആലോചന നിനക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ കുടുംബത്തെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ചിന്ത ഒത്തിരി ഉണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട്. ചിലരെയൊക്കെ അടിച്ചമർത്തിയും പിടിച്ചു വാങ്ങിച്ചും വഞ്ചിച്ചും ഞാൻ ഉയരാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിസ്സാരവൽക്കരിച്ച് ഞാൻ ഉയരാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാശം ആസന്നമായി. ഒരുവൻ്റെ നന്മ പറഞ്ഞ് ആ നന്മയുടെ പ്രഭയിൽ നമ്മളും ഉയർന്നാൽ അത് ദൈവത്തിൻ്റെ ആലോചനയാണ്. അല്ല, നീ നിൻ്റെ പ്രിയപ്പെട്ടവരെയോ ബന്ധുമിത്രാദികളെയോ ജീവിത പങ്കാളിയോ നിന്ദിച്ചും ദുഷിച്ചും ദുരാലോചന പറഞ്ഞും ഉന്നതനായിട്ടുണ്ടെങ്കിൽ, താൽക്കാലിക ഉന്നതനാകും നീ. അത് വെറുമൊരു പടം പോലെ മാത്രമേ ഉള്ളൂ, ചലിക്കുന്ന മേഘം പോലെ മാത്രമേ ഉള്ളൂ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല, എങ്ങോട്ട് വരുന്നു എന്നും അറിയത്തില്ല. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണയുടെ മുൻപിൽ നമുക്ക് വിധേയപ്പെടാം. ആയിരിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ, നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവമേ, ആയിരിക്കുന്നത് പോലെ എന്നെ നിങ്ങൾ സമർപ്പിക്കുന്നു, ആയിത്തീരേണ്ടതുപോലെ എന്നെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.